നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 371 371. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 11-ാം അധ്യായത്തിലെ 25-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് പറയേണ്ടത്. ശ്ലോകം: സയേവ വിശ്വം സൃജതി സയേവാവതിഹന്തി ച അഥാഭിഹ്യനഹങ്കാരാന്ന അജ്യതേ ഗുണകർമ്മഭി. അവൻ തന്നെ ലോകത്തെ സൃഷ്ടിക്കുന്നു, അവൻ തന്നെ രക്ഷിക്കുകയും ഹനിക്കുകയും ചെയ്യുന്നു. എന്നാലും അഹങ്കാരമില്ലാത്തതിനാൽ, ഞാനാണ് ചെയ്തത് എന്ന അഹങ്കാരമില്ലാത്തതിനാൽ ഗുണങ്ങളാലും കർമ്മങ്ങളാലും ബന്ധിക്കപ്പെടുന്നില്ല. അദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങൾ അദ്ദേഹത്തിനെ ബന്ധിക്കുന്നില്ല, ഗുണങ്ങളും. അതാണ് ഈ 16,008 ഭാര്യമാരെന്നൊക്കെ പറഞ്ഞത്. ഗുണകർമ്മം അദ്ദേഹത്തിന് ബാധ്യതയല്ല. അത് പ്രനിമിഷമുണ്ടോ? അപ്പോൾ അത് ഒരവസ്ഥയാണ്. ആ അവസ്ഥ നമ്മൾക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു: സർവേശ്വരനായ ഭഗവാൻ തന്നെയാകുന്നു ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നത്. എങ്കിലും ഞാൻ കർത്താവാകുന്നു, ഭോക്താവാകുന്നു എന്നുള്ള അഭിമാനത്തിന് കാരണമായ അഹങ്കാരമില്ലാത്തതിനാൽ, ഈ അഹങ്കാരം നമ്മുടെ ഉള്ളിലുണ്ട്, അതിനെ തലവെക്കാൻ സമ്മതിക്കരുത്. അപ്പോൾ മനസ്സിനെ തന്നെ ഭഗവാന്റെ പാദത്തിൽ വെച്ചാൽ പിന്നെ ഈ അഹങ്കാരം പ്രശ്നം വരില്ല. അതല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അഹങ്കാരമില്ലാത്തതിനാൽ കർമ്മത്തിന് കാരണമായ രജസ് മുതലായ ഗുണങ്ങളോ കർമ്മസ്വരൂപങ്ങളായ പുണ്യപാപങ്ങളോ തൽഫലങ്ങളായ സുഖദുഃഖങ്ങളോ ഭഗവാനെ ബന്ധിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയാണ് ജ്ഞാനികൾക്ക്. അവർക്ക് ഒരു പ്രശ്നമില്ല. കാരണം എന്താ? അവർ ഈ താമരയുടെ ഇലയിൽ വെള്ളം വീണാൽ ആ വെള്ളം അതിന് നിൽക്കില്ല, ജലാശയത്തിലേക്ക് ഒഴുകിപ്പോയിക്കോളും അത്. അല്ലെങ്കിൽ ഒരു മുത്തുമണി പോലെ അവിടെ കിടക്കും, സൂര്യനിൽ എവാപ്പറേറ്റ് ചെയ്ത് പോയിന്ന് വരും. ഈ ഒരു അവസ്ഥ ഇപ്പോൾ വ്യാസർക്ക് എന്താ പറയുക, 3 മക്കളുണ്ടായി. അതാണ് ധൃതരാഷ്ട്ര, പാണ്ഡു, വിതുരര് എന്ന് പറയുമ്പോൾ വ്യാസർ ഒരു നിമിത്തം മാത്രം. അവിടെയാണ് ആ നിസ്സംഗത. ആരോടും ഒട്ടിച്ചേർന്നില്ല. എന്നാൽ അവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ അദ്ദേഹം വരുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്, ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ധൃതരാഷ്ട്രക്ക് മാത്രം അത് ഏറ്റിട്ടില്ല. അതൊക്കെ തന്നെയല്ലേ നമ്മുടെ സ്ഥിതി. അച്ഛനും അമ്മയും അത്രയോ നല്ല സ്വഭാവക്കാരെ, മക്കൾ തലതിരിഞ്ഞവരെ, എന്തു ചെയ്യാൻ പറ്റും? അപ്പോൾ അവരെപ്പറ്റി ദുഃഖിക്കാൻ തുടങ്ങിയാൽ പിന്നെ ദുഃഖിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കർത്തൃത്വവും ഭോക്തൃത്വവും, അഹങ്കാരം ഉണ്ടാവാണ്ടിരുന്നാൽ മതി. പിന്നെ പറയണു 26-ാമത്തെ ശ്ലോകം: യേശ ഭൂതാനി ഭൂതാത്മാ ഭൂതേശ ഭൂതഭാവനാം സ്വശക്ത്യാ മായയാ യുക്ത സൃജത്യത്തി ച പാതിച. ഭൂതസ്വരൂപനും എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഭൂതങ്ങളാണ്. അപ്പോൾ നമ്മൾ ഭൂതങ്ങളാവാൻ കാരണം എന്താ? നാമാകുന്ന ശരീരത്തിൻ്റെ ഉള്ളിൽ ഈ ചൈതന്യം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഭൂതസ്വരൂപനും ഭൂതങ്ങളുടെ ഈശ്വരനും, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭൂതങ്ങളുടെ പാലകനുമായ ഇവൻ സ്വശക്തിയായ മായയോട് ചേർന്നിട്ട് ഭൂതങ്ങളെ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു.
ശക്തിവിശേഷം ഒന്നാണ്. 3 തരത്തിൽ, 3 വിധത്തിൽ, 3 സ്വരൂപത്തിൽ പെരുമാറണമെന്ന് മാത്രം. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഈശ്വരന് അഹങ്കാരമില്ലാതാവാൻ കാരണം ഭേദദർശനമില്ലാകയാണെന്ന് കാണിക്കുന്നു. ഇവൻ നല്ലവൻ, അവൻ ചീത്തവനും ഭഗവാനില്ല. ഭഗവാൻ 2 കൂട്ടർ വിളിച്ചാലും വിളി കേൾക്കണു, 2 കൂട്ടർക്കും ആശിസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പരമശിവൻ രാവണനെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ അതേപോലെ എന്നാൽ രാവണൻ ശ്രീരാമനാൽ വധിക്കപ്പെട്ടു. കാരണം എന്താ? അത് തലയിലെടുത്ത് കർമ്മത്തിൻ്റെ ഫലം. അതുകൊണ്ടാണ് പറഞ്ഞത്, പിന്നെ ഈശ്വരൻ അഹങ്കാരമില്ലാതാവാൻ കാരണം ഭേദദർശനങ്ങളില്ലായകയാണ്. ഇപ്പം ഭേദദർശനം എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളവനെന്നും ഇല്ലാത്തവനെന്നും പഠിച്ചവനെന്നും പാമരനെന്നും നമ്മൾ ജഡ്ജ് ചെയ്യണ്ട. നമ്മളാരാ? നമ്മൾക്ക് പരിമിതികളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. അപ്പം മറ്റുള്ളവരുടെ പരിമിതികളെ നമ്മൾ ശകാരിക്കരുത്. അപ്പോൾ പറയണു, സർവാത്മാവും സർവനിയന്താവും സർവപാലകനുമായ എല്ലാവരുടെയും ആത്മാവും സർവനിയന്താവും സർവപാലകനുമായ ഈശ്വരൻ സ്വശക്തിയെ മായയോട് യോജിപ്പിച്ചിട്ട് ഭൂതങ്ങളെ സൃഷ്ടിച്ചു രക്ഷിച്ച് സംഹരിക്കുന്നു. ഭേദദർശനം ഭഗവാനില്ല, അതിനാൽ അഹങ്കാരമില്ല. ഇനി ഒരു 4 വരി ശ്ലോകമാണ്, 27. തം ഏവ മൃത്യും അമൃതം താത ദൈവം സർവാത്മനോപേഹി ജഗൽപരായണം യസ്മൈ ബലിം വിശ്വസൃജോ ഹരന്തി ഗാവോ യഥാവേന സിതാമയന്ത്രിതാം. അന്തകരൂപനും മോക്ഷരൂപനും ലോകത്തിൻ്റെ പരമാശ്രയഭൂതനുമായ ആ ദൈവത്തെ തന്നെ സർവാത്മഭാവേന ശരണം പ്രാപിച്ചാലും, സർവാത്മഭാവേന 100% എന്ന് അർത്ഥം പറയാം. സർവാത്മഭാവേന എന്ന് പറഞ്ഞാൽ 100% ശരണം പ്രാപിച്ചാലും, നാസികയിൽ കയറിട്ടു ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കാളകളെന്ന പോലെ ലോകസൃഷ്ടാക്കന്മാർ യാതൊരുവന് പൂജയെ സമർപ്പിക്കുന്നു. പൂജയെ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഫലകാംക്ഷ ഇല്ലാണ്ടെന്നർത്ഥം, നിഷ്കാമകർമ്മം. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിട്ടുള്ളത്. നമ്മൾ എന്തും ഭഗവാനോട് ആഗ്രഹിച്ച് ചോദിക്കുകയാണ്. അതവിടെ നിർത്തി നോക്കൂ, ശാന്തിയായി സമാധാനമായി. ഇവിടെ അതാണ് നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞത്, നിഷ്കാമ കർമ്മം. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഭേദദർശനമില്ലാതെ വരണമെങ്കിൽ സർവാത്മന 100% ശരണം പ്രാപിക്കണമെന്ന് ഉപദേശിക്കുന്നു. ഹേ വത്സ, അതായത് ധ്രുവനോട് പറയാണ്, ഹേ വത്സ, നീയും ആ ഭഗവാനെ തന്നെ സർവാത്മന ശരണം പ്രാപിച്ചു കൊള്ളുക. എന്നാൽ മാത്രമേ അഹന്ത മമതാരൂപമായ സംസാരത്തിൽ നിന്ന് അഹന്തയും മാറണം, മമതയും മാറണം. എനിക്കെന്നും എൻ്റേതെന്നും എന്നുള്ള വ്യത്യാസം വേണ്ട, എല്ലാം ഈശ്വരൻ്റെ. അപ്പോൾ അഹന്ത മമതാരൂപമായ സംസാരത്തിൽ നിന്ന് നിവൃത്തി നിസിദ്ധിക്കുകയുള്ളൂ. പിന്നെ അഹങ്കാരത്തോടുകൂടെ പ്രവർത്തിക്കുന്ന അഭക്തന്മാരെ, അവരെ വിളിക്കുന്ന പേരെന്താ? അഹങ്കാരത്തോടു കൂടിയിട്ട് അഭക്തന്മാർ. ഭക്തന്മാരല്ല അവരെ. അങ്ങനത്തെവരെ നമ്മൾ സൃഷ്ടിക്കണോ? ആലോചിച്ച് നോക്കൂ. യജ്ഞവേദിയിൽ ഒരു ഡെസ്കും പിന്നെ 2 ഡെസ്കും മേശയും ഒരു 4 കസാലയും വെച്ച് എന്തൊക്കെയാണ് വഴിപാട് ചെയ്യേണ്ടത്? അവിടെയാണ് തെറ്റുപറ്റുന്നത്. ആ പൂജ ചെയ്യൂ, ഈ പൂജ ചെയ്യൂ. സോറി, 100% ഭഗവാന് അർപ്പിച്ച ഒരാൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ പഞ്ചയജ്ഞം പോലെ 5ൽ 1 ഭാഗം ഭഗവാന് സമർപ്പിച്ചിരിക്കണം, 1 ഭാഗം അച്ഛനമ്മമാർക്ക് സമർപ്പിച്ചിരിക്കണം. അല്ലെങ്കിലോ നിത്യ അശാന്തി തന്നു പോകും ഭഗവാൻ. കാരണം അത് നമ്മൾ തന്നെയാണ് വഴിവെക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാന്റെ പേര് പറഞ്ഞത് മാത്രം. അതുകൊണ്ടാണ് പറഞ്ഞത്, സർവാത്മന ഭജിക്കുന്നവർക്ക് മോക്ഷത്തെ കൊടുക്കുന്നതും. സർവാത്മാന
എല്ലാ പേർക്കും പരമാശ്രയമായിരിക്കുന്നതും. പഠിച്ചവനും പഠിക്കാത്തവനും ഒക്കെ ആശ്രയിക്കാൻ, ദൈവത്തെ ആശ്രയിക്കാം. ആ ജഗദീശ്വരനാകുന്നു. എങ്ങനെയാണ് ശരണം പ്രാപിക്കേണ്ടത് എന്ന് വിവരിക്കുന്നു. ലോക സൃഷ്ടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ബ്രഹ്മാവ് തുടങ്ങിയുള്ള സർവരും മൂക്ക് തുളച്ച കയറിട്ട കയ്യിൽ പിടിച്ചിരിക്കുന്ന യജമാനു വേണ്ടി പ്രവൃത്തി എടുക്കുന്ന കാളകളെന്ന പോലെ അവരവർ ചെയ്യുന്ന പ്രവൃത്തിയെ ഭഗവത് പ്രസാദപ്രാപ്തിക്കായിക്കൊണ്ട് എന്തൊക്കെയുണ്ട് അതൊക്കെ ഭഗവത് പ്രസാദപ്രാപ്തിക്കായിക്കൊണ്ട് സമർപ്പിക്കുക, നിഷ്കാമകർമ്മമായിട്ട്. അതുപോലെ നീയും ഭഗവത് പ്രേരിതനായിട്ട് ചെയ്യുന്ന സകല വ്യാപാരങ്ങളെയും ഭഗവത് പ്രസാദ ലാഭത്തിനായിട്ട് സമർപ്പിച്ചു കൊടുക്കുക. ഭഗവത് പ്രസാദ ലാഭം. എന്നാൽ പുണ്യപാപരൂപകർമ്മങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മുക്തനാവാൻ സാധിക്കും. ഇതാണ് പറഞ്ഞത്. 28. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാം 4 വരി ശ്ലോകമെന്നാണ് വിചാരിക്കുന്നത്. അതായത് 28, 29, 30 എൻ്റെ കണ്ണിൻ്റെ മുമ്പിലുണ്ട്. അത് 4 വരിയാണ്. നോക്കാം. പഞ്ചവർഷീ ജനനീം ത്വം വിഹായ മാതുസപത്ന്യാ വചസാ ഭിന്നമർമാം വനം ഗതസ്തപസാ പ്രത്യഗക്ഷം ആരാധ്യലേഭേ മൂർധനി പദം ത്രിലോക്യ. എന്താർത്ഥം വരിക? 5 വയസ്സുള്ളവനായിരുന്ന യാതൊരു നീ മാതാവിൻ്റെ സപത്നിയുടെ വാക്കിനാൽ ഭേദിക്കപ്പെട്ട മർമ്മത്തോടു കൂടിയവനായിട്ട് അമ്മയെ ഉപേക്ഷിച്ചിട്ട് വനം പ്രാപിച്ച് ഇന്ദ്രിയപ്രേരകനെ പ്രത്യഗക്ഷം ഇന്ദ്രിയപ്രേരകനെ തപസ്സുകൊണ്ട് ആരാധിച്ചിട്ട് ത്രിലോകിയുടെ മൂർധാവിൽ സ്ഥാനം സമ്പാദിച്ചുവോ. ശരിയാണ് അല്ലേ? ഞാൻ അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. യാതൊരുവിൻ്റെ പ്രസാദം നിമിത്തം ദുർലഭമായ സ്ഥാനം നിനക്ക് സിദ്ധിച്ചിരിക്കുന്നുവോ അവനെ മറന്നതാണ് അനർത്ഥ കാരണം. ഈ യക്ഷനാണ് എൻ്റെ സഹോദരനെ വധിച്ചത്, അതുകൊണ്ട് ഞാൻ യക്ഷ സമൂഹത്തിനെ ഒക്കെ കൊല്ലും എന്ന് നിനക്കൊരു അഹങ്കാരം ഉണ്ടായി. എൻ്റെ സഹോദരൻ, ആ മമത, അവിടെയാണ് പ്രശ്നമായത്. അപ്പോൾ ഉടനെ ആ ഭഗവാനെ തന്നെ ആശ്രയിക്കുക എന്ന് ഉപദേശിക്കുന്നു. 5 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന നീ അമ്മയുടെ സപത്നിയായ സുരുചിയുടെ വാക്കിനാൽ ഹൃദയത്തിൽ മുറിവ് തട്ടിയ സമയം അമ്മയെ ഗൃഹത്തിൽ നിന്ന് ഉപേക്ഷിച്ചുകൊണ്ട്, അതിൻ്റെ നാരദരും 5 വയസ്സായപ്പോൾ അമ്മ വിഷം നീണ്ടി കൈകൂട്ടി ചിരിച്ചു എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഗമിക്കുകയും 5 ഉപേക്ഷിച്ചുകൊണ്ട് വനത്തിൽ ഗമിക്കുകയും സർവേന്ദ്രിയങ്ങളെയും അവയുടെ വ്യാപാരത്തിൽ പ്രവർത്തിപ്പിക്കുന്ന സർവന്തര്യാമിയെ തപസ്സുകൊണ്ട് ആരാധിച്ച് പ്രത്യക്ഷനാക്കിയിട്ട് ത്രിലോകങ്ങളുടെയും ഉപരിഷ്ടമായിരിക്കുന്ന സ്ഥാനത്തെ പ്രാപിക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ നമുക്ക് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. അപ്പം നീ എന്തിനായി ഭഗവാനെ മറന്നിട്ട് ഈ കടുങ്കൈ ചെയ്യണത് എന്നാണ് മനു ചോദിച്ചത്. 29. തം ഏനം അംഗാത്മനി മുക്തവിഗ്രഹേ വ്യാഭാഷിതം നിർഗുണമേകമക്ഷരം ആത്മാനമന്യശ്ച വിമുക്തമാത്മദൃക് സസ്മിന്നിദം യജ്ഞസ്മിന്നിദം ഭേദമസൽ പ്രതീയതേ. അതായത് വിഗ്രഹത്തെ വിട്ടിരിക്കുന്ന ആത്മാവിൽ, വിഗ്രഹത്തെ വിട്ടിരിക്കുന്ന ആത്മാവിൽ സ്ഥിതനും നിർഗുണാതീതനും ഭേദമില്ലാത്തവനും നാശാതീതനും നിത്യമുക്തനുമായ ഈ ആത്മാവിനെ ആത്മാവിൽ ദർശനത്തോടു കൂടിയവനായിട്ട്, ആത്മാവിനെയാണ് ദർശിക്കേണ്ടത്. അറിഞ്ഞാലും യാതൊരുവൻ ഇതം അസൽ ഭേദം, അസത്തായിരിക്കുന്ന ഭേദം കാണപ്പെടുന്നു. നീ ഈ ഭേദം എന്തിനാ? കൊല്ലപ്പെട്ടവൻ എൻ്റെ, കൊന്നവൻ യക്ഷരൻ. അവിടെ നമുക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞു. ഇനി അതിൽ ഭാവാർത്ഥം
ശരീരത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ആത്മാവിൽ, അതാണ് അവസ്ഥിതി ചെയ്യുന്ന ആ ഈശ്വരനെ തന്നെ അന്വേഷിച്ചറിഞ്ഞുകൊള്ളുക. വേറെ ആരെയും അറിഞ്ഞിട്ട് കാര്യമില്ല. പരമാത്മാവ് തന്നെ പരമാർത്ഥ വസ്തു എന്നുള്ള ഉറപ്പോടുകൂടി, പരമാത്മാവ് തന്നെ പരമാർത്ഥ വസ്തുവെന്നുള്ള ഉറപ്പോടുകൂടെ ദൃശ്യമായിരിക്കുന്ന സർവത്തിലും അദൃശ്യനായിരിക്കുന്ന പരമാത്മാവിനെ സൂക്ഷ്മദർശന സമർത്ഥയായിരിക്കുന്ന ബുദ്ധി കൊണ്ട് കാണുക. ഇതാണ് ഭാഗവതം ഉപദേശിക്കുന്നത്. പിന്നെ ഉദരനിമിത്തം ബഹുർത വേഷം, ഇതിനെ വ്യത്യസ്തമായിട്ട് ശ്രോതാക്കളിൽ പ്രചരിപ്പിക്കുന്നത് മോശമാണ്. നീലക്കല്ല് വേണോ, പച്ചക്കല്ല് വേണോ, ഞാൻ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടു, ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈശ്വരൻ സ്ഥൂലദൃഷ്ടിക്ക് വിഷയമല്ല, ഇത് ഉറപ്പിക്കണം. ഈശ്വരൻ സ്ഥൂലദൃഷ്ടിക്ക് വിഷയമല്ല. എന്തുകൊണ്ടെന്നാൽ പ്രാകൃത ഗുണങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന നിർഗുണനും ഒരുവിധമായ ഭേദവും നാശവും ഇല്ലാതിരിക്കുന്നവനുമാകുന്നു. അസത്തായിരിക്കുന്ന ഈ നാനാത്വം സർവ അധിഷ്ഠാനമായിരിക്കുന്ന അവനെ അറിയാത്തത് കൊണ്ട് ഉള്ളതുപോലെ തോന്നുന്നതാകുന്നു. ഈ നിരാകാര സ്വരൂപത്തിനെ വേണ്ട വിധം ലക്ഷണയുക്ത പ്രകാരം അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പരിഭ്രമം മുഴുവൻ. നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്ന ചൈതന്യത്തിനെ അഭിമാന പുരസ്സരം വണങ്ങിയാൽ മതി. ആ അഭിമാനം അഹങ്കാരമല്ല, മാനിച്ചുകൊണ്ട്, ലക്ഷണത്തെ മാനിച്ചുകൊണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഞാനത് ഉപയോഗിച്ചത്. 30ാമത്തെ ശ്ലോകം. ത്വം പ്രത്യഗാത്മനി തഥാ ഭഗവത്യനന്ദ ആനന്ദമാത്ര ഉപപന്നസ്മ സമസ്തശക്തോ ഭക്തിം വിധായ പരമാം ശനകൈരവിദ്യാ ഗ്രന്ഥിം ബിഭേത്സ്യസി മാം ആഹം ഇതി പ്രരൂഢം. മാം ആഹം ഇതി, മമാഹമിതി എന്നുള്ളത് അങ്ങനെയാണ് വരിക. മമ അഹം ഇതി, മമ അഹം ഇതി ന, മമ അഹം ഇതി പ്രരൂഢം. അപ്പോൾ പിന്നെ അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത് സർവൈശ്വര്യ സ്വരൂപനും അപരിഛിന്നനും ആനന്ദം മാത്രമായിരിക്കുന്നവനും, അതിന് രൂപമില്ലല്ലോ, ആനന്ദം മാത്രമായിരിക്കണേനും ഉപപന്നങ്ങളായിരിക്കുന്ന സമസ്ത ശക്തികളോടുകൂടിയവനുമായ പരമാത്മാവിൽ പരമമായ ഭക്തിയെ ചെയ്തിട്ട് എൻ്റേത് ഞാൻ എന്ന് ബലമായി ഉറച്ചിരിക്കുന്ന, എൻ്റേതെന്നും എനിക്കെന്നും ബലമായി ഉറച്ചിരിക്കുന്ന അവിദ്യാബന്ധത്തെ ക്രമത്തിൽ നീ നിശേഷം ഭേദിക്കുന്ന, നിശേഷം പറയും ശൈലിയെ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. ലോകത്തിൽ കാണപ്പെടുന്ന സകല ഐശ്വര്യത്തിൻ്റെ മൂലസ്വരൂപം ഭഗവാനാകുന്നു. ലോകത്തിൽ കാണപ്പെടുന്ന സകല ഐശ്വര്യത്തിൻ്റെ മൂലസ്വരൂപം ഭഗവാനാണ്. അപ്പോൾ ഭഗവാന്റേതല്ലാത്തതായിട്ടൊന്നുമില്ല. ഇപ്പം എൻ്റെ ഇൻ്റലിജൻസ്, എൻ്റെ വാഗ്വൈഭവം, എൻ്റെ ആനന്ദം, ഇതൊക്കെ ഭഗവാന്റെയാണ്. പിന്നെ എൻ്റേത് എന്താ? അപ്പം ഞാൻ സ്വതന്ത്രനല്ല, ഭഗവാൻ സ്വതന്ത്രനല്ല, ഭഗവാൻ ഭക്തൻ്റെ കാര്യം നോക്കണേലാണ് ശ്രദ്ധ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പറഞ്ഞു ദേശകാലാദി നിമിത്തമുള്ള പരിച്ഛേദം ഭഗവാനിൽ ഇരിക്കുന്നില്ല. എല്ലാവരിലും അനുഭവരൂപേണ വിളങ്ങുന്ന ആനന്ദത്തിൻ്റെ സമഷ്ടി സ്വരൂപൻ ഭഗവാനാകുന്നു. വിദ്യാശക്തിയും അന്യോന്യം വിരോധം കൂടാതെ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു. അവിദ്യയും വിദ്യയും ഭഗവാനുണ്ട്. ഭഗവാന്റെ ശക്തികളാണ് അവർ, പക്ഷെ അവർ തമ്മിൽ സ്പർദ്ധയില്ല. അപ്പോൾ
ഇപ്രകാരം ഇരിക്കുന്ന പരമാത്മാവിൽ പരമോത്കൃഷ്ടമായിരിക്കുന്ന പ്രേമത്തെ എപ്പോഴും ഉറപ്പിക്കുക. അവിടെയാണ് പ്രേമം വേണ്ടത്. അത് നശിക്കില്ല, അത് അനശ്വരമായിട്ട് മാറും. പിന്നെ പറയണു, അപ്പോൾ ബഹുജന്മങ്ങളുടെ ആവർത്തനത്താൽ ബലമായി ഉറച്ചിരിക്കുന്ന എൻ്റേതെന്നും ജ്ഞാനമെന്നുമുള്ള അഭിമാന രൂപത്തെ അവിദ്യാബന്ധത്തിൽ നിന്ന് നീ ക്രമത്തിൽ മുക്തനാവും. അനർത്ഥ നിവൃത്തിക്കും ആനന്ദപ്രാപ്തിക്കും ഭഗവത് ഭക്തി തന്നെ അപായരഹിതമായ ഉപായം, ഭഗവത് ഭക്തി തന്നെ അപായരഹിതമായ ഉപായം എന്ന് ഉപദേശിച്ചു. 31-ാമത്തെ ശ്ലോകം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൺവെളിച്ചത്തിലുള്ളത് ഇതിലിപ്പോൾ 35 ശ്ലോകങ്ങളേ ഉള്ളൂ. ഇപ്പം നമ്മൾ 31ലേക്ക് എത്തുകയാണ്. ഇനി ഇവിടുന്നൊക്കെ 2 വരി ശ്ലോകങ്ങളാണ്. 31. സംയശ്ചരോഷം ഭദ്രം തേ പ്രദീപം ശ്രേയസാം പരം ശ്രുതേന ഭൂയസാ രാജൻ അഗതേന യഥാ ആമയം. ശ്രേയസ്സുകളുടെ പരമവിരോധിയായിരിക്കുന്ന ക്രോധത്തെ, ശ്രേയസ്സിൻ്റെ ശത്രുവാണ് ആരെ? ക്രോധം. ക്രോധമുള്ളവർക്ക് ശ്രേയസ് ഉണ്ടാവില്ല എന്നാ. അപ്പോൾ ഔഷധത്താൽ രോഗത്തെ എന്ന പോലെ വീണ്ടും വീണ്ടും അഭ്യാസം കൊണ്ട് ശാസ്ത്രത്താൽ അടക്കിയാലും രാജാവേ അങ്ങയ്ക്ക് മംഗളം. സത്യമില്ലാണ്ട്, ശാസ്ത്രങ്ങളാണ് സത്യം. ശാസ്ത്രങ്ങളെ കൊണ്ടാണ് ഇക്വേഷൻസ് നമ്മൾ വിജയിക്കുന്നത് ജീവിതത്തിൽ, ശാസ്ത്രങ്ങൾ. അപ്പോൾ ധർമാർത്ഥകാമ മോക്ഷങ്ങളായ സകലവിധ ശ്രേയസ്സുകളുടെയും പരമവിരോധിയായിരിക്കുന്ന ഈ ക്രോധത്തെ ശാസ്ത്രാഭ്യാസം നിമിത്തം സിദ്ധിച്ചിരിക്കുന്ന അറിവിനെ ആശ്രയിച്ചിട്ട്, ഇത് കിട്ടാനാണ് ശാസ്ത്രാഭ്യാസം നിമിത്തം സിദ്ധിച്ചിരിക്കുന്ന അറിവിനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കേണ്ടത്. എനിക്ക് 47 വയസ്സുള്ളപ്പോൾ 1995 ഈശ്വരൻ്റെ നിയോഗം എന്ന പോലെ എന്നെ ഉപദേശിക്കാനായി ബോംബെയിൽ എത്തിച്ചേർന്ന കരുണാകരൻ പിള്ള സാറ് ഒരു നിമിത്തമായിപ്പോയി. അപ്പോൾ അദ്ദേഹം 2005 കാലഹരണപ്പെട്ടു വന്നാലും ഈ 20 കൊല്ലവും ഞാൻ ഓരോ എപ്പിസോഡിലും അദ്ദേഹത്തെ അനുമോദിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്കുണ്ടായിട്ടുള്ള വ്യത്യാസം ഇഗ്നൈറ്റ് ചെയ്തത് ആ മഹാനുഭാവനാണ്. അപ്പോൾ പരമമായ ഗുരു ഏത് രൂപത്തിൽ വരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം കരുണാകരൻ പിള്ള സാറിൻ്റെ രൂപത്തിൽ വന്നു. അത് അവിസ്മരണീയമായിട്ടുള്ളൊരു സന്ദർഭമാണ്. അതാണ് കൃതജ്ഞനാവാൻ പാടില്ല, കൃതജ്ഞത. അതാണ് ഇവിടെ പറഞ്ഞത്, ഔഷധ സേവ കൊണ്ട് രോഗത്തെ എന്ന പോലെ അകറ്റുക. ഹേ രാജൻ, എന്നാൽ അങ്ങയ്ക്ക് മംഗളം ഭവിക്കും. 32. യേനോപസൃഷ്ടാത് പുരുഷാ ലോകയുദ്ധിജതേ ഭൃശം ന ഭൂതസ്തദ്വശം ഗച്ഛേത് ഇച്ഛന്ന ഭയം ആത്മനാം. യാതൊന്നിൽ സ്പർശിക്കപ്പെട്ട പുരുഷനിൽ നിന്ന് ലോകം ഏറ്റവും ഉദ്യോഗത്തെ പ്രാപിക്കുന്നു. ആത്മാവിന് അഭയത്തെ ഇച്ഛിക്കുന്ന അറിവുള്ളവൻ അതിൻ്റെ വശത്തെ പ്രാപിക്കരുത്. അതിൻ്റെ വശത്തെ എന്ന് പറഞ്ഞാൽ ക്രോധത്തിൻ്റെ വശത്തിൽ പോകരുത് എന്നർത്ഥം. നീ അതിൻ്റെ ഭാവാർത്ഥം വരുന്നു. യാതൊരു രോഷത്താൽ വ്യാപ്തനായ പുരുഷനിൽ നിന്ന് സകല പ്രാണിവർഗവും ഏറ്റവും ഭയപ്പെടുന്നുവോ, തനിക്ക് ഭയം നേരിടാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അറിവുള്ള പുരുഷൻ ആ രോഷത്തിന് അധീനനായി ഭവിക്കരുത്. രോഷത്തിന് അതീതമാവുക, രോഷത്തിൻ്റെ അധീനത്തിൽ നമ്മൾ വസിക്കരുത്. രോഷത്തിന് അധീനനായി ഭവിക്കരുത്.
സർവലോകപാലകനായ ഭഗവാൻ ക്രോധിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ക്രോധിച്ചാൽ ഇത്രയേ ഉള്ളൂ, പക്ഷേ ഭഗവാൻ ക്രോധിച്ചാലത്തെ സ്ഥിതി എന്താ? അപ്പോൾ എത്രയോ സപ്താഹങ്ങളിൽ ധ്രുവചരിതം നമ്മൾ കേട്ടു. പക്ഷേ ക്രോധത്തിനെ ഒഴിവാക്കണമെന്ന് എത്ര ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പോൾ ചിലപ്പോൾ ഈ 7 ദിവസം ആചാര്യൻ സ്റ്റേജിലിരിക്കുമ്പോൾ തന്നെ ഈ സപ്താഹ നിർവഹ കമ്മിറ്റി അംഗങ്ങൾ പരസ്പരം ക്രോധിക്കണതും ഒക്കെ ഇദ്ദേഹം കാണുന്നുണ്ടാവും. അപ്പോഴും ഉദാഹരിക്കാൻ സാധിക്കണില്ല. കാരണം എന്താ? കയ്യിൽ വിഭവമില്ല. അല്ലെങ്കിൽ എന്തിനാ ഞാൻ ഇവരുടെ ശത്രുവാണത്? ഈ 7 ദിവസം കഴിഞ്ഞ് കിട്ടണ ദക്ഷിണയും വാങ്ങി പോയാൽ പോരേന്നാ. അങ്ങനെ ആവരുത്. അത് ഒരു സമൂഹത്തിനെ തെറ്റിലേക്ക് ഉന്തിത്തള്ളാൻ ഉപയോഗിക്കുന്ന ഒരു കർമ്മമായിട്ട് മാറും. അതിന് ഈശ്വരൻ്റെ ശ്രദ്ധയിൽ പെടുന്നില്ല വിചാരിക്കുന്നുണ്ടോ? ഈശ്വരൻ്റെ ശ്രദ്ധയിൽ പെടുന്നുണ്ടത്. പക്ഷേ ചെയ്തിട്ടുള്ള പുണ്യം അവസാനിച്ചാൽ ഇതേപോലുള്ള പാപങ്ങൾ കയറി മേയാൻ തുടങ്ങും. അപ്പം ഞാനൊരു സമൂഹത്തെ സേവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാനൊരു ക്രിട്ടിക്കായിട്ട് സംസാരിക്കണമെന്ന് മാത്രം. അവിടെയാണ് ഭഗവാൻ എനിക്ക് തന്നത് ആ ക്രിട്ടിക്കൽ മെൻറ്റാലിറ്റി. എന്തിനു വേണ്ടിയിട്ട്? സമൂഹം നന്നാവണം. എന്നാൽ ഞാൻ വിചാരിച്ചാൽ നന്നാവുമോ? നന്നാവും. എനിക്ക് അനുഭവമുണ്ട്. എത്രയോ കേസുകൾ. അവിടെയാണ് എൻ്റെ പാരാമീറ്റർ. ഞാൻ ഉപാസിക്കുന്ന ഈശ്വരനോട് എനിക്കുള്ള പ്രതിപത്തി എത്രത്തോളം കൂടിയിട്ടുണ്ട്, അത് മറ്റുള്ളവർ കേട്ടിട്ട് അവർക്ക് ശാന്തിയും സമാധാനവും എത്രത്തോളം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആഗ്രഹം എന്താ? ഒരിക്കലും എൻ്റെ ഡോസ് കുറയരുത്. എൻ്റെ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദിസ് ഭാഗവതം എന്തായിരിക്കണം? സ്ട്രോങ് ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ആയുസ്സുള്ള കാലം എത്ര ആൾക്കാരെ നമ്മൾ പരിചയപ്പെടും, എത്ര ആൾക്കാർക്ക് നമ്മുടെ വ്യക്തിപരമായ ഉപദേശം ഗുണം ചെയ്യും. അതാണ് ഉദ്ദേശം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? അപ്പോൾ അവനും ഭഗവത് ക്രോധം നിമിത്തം ഭയം ജനിക്കും. അതിനാൽ ആത്മഭയത്തെ ആഗ്രഹിക്കുന്നവൻ അന്യരിൽ ഭയത്തെ ജനിപ്പിക്കുന്ന ക്രോധത്തെ അംഗീകരിക്കാതിരിക്കണം എന്ന് സാരം. അപ്പം ഇത് എന്ത് ടെസ്റ്റാ? ഇന്ത്യൻ പീനൽ കോഡ് അല്ലേ? IPC, പണ്ടത്തെ IPC, ഇപ്പോഴത്തെ പുതിയ വ്യവസ്ഥ. അതിൽ നമ്മുടെ സഹോദരന്മാർ തെറ്റ് ചെയ്യാതെ കണ്ടിരിക്കാൻ ക്രോധത്തെ ഉപേക്ഷിക്കണം, ക്രോധത്തെ ജയിക്കണം എന്നാണ് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നത്. 33 ഹേളനം ഗിരിശഭ്രാധുർധനദസ്യ ത്വയാകൃതം യജ്ജഗ്നിവാൻ പുണ്യജനാൻ ഭ്രാതൃഘ്നാൻ നിത്യമർഷിതാം. ഭ്രാതാവിനെ ഹനിച്ചവരെന്ന് വിചാരിച്ചിട്ട് കോപത്തോടു കൂടിയവനായിട്ട് യക്ഷന്മാരെ ഹനിച്ചുവെന്നതിനാൽ പരമേശ്വരൻ്റെ ഭ്രാതാവായിരിക്കുന്ന കുബേരൻ്റെ അവമാനം നന്നാൽ ചെയ്യപ്പെട്ടു. നീ കുബേരനെ ആണ് ദ്രോഹിച്ചത്. ഇപ്പോൾ നീ അതിൻ്റെ ഭാവാർത്ഥം കേട്ടോളൂ. നീ ചെയ്യേണ്ടതായിട്ട് മറ്റൊരു സംഗതി കൂടെ ഉള്ളതിനെ പറയാം. നീ എന്താ ചെയ്യേണ്ടത്? നിൻ്റെ സഹോദരനെ വധിച്ചവരാണെന്ന വിചാരം നിമിത്തമുണ്ടായ അക്ഷമയാൽ പുണ്യജനങ്ങളെ നീ സംഹരിച്ചു. അത് തെറ്റാണ്. അവർ കുബേരൻ്റെ അനുചരന്മാരായതുകൊണ്ട് ഈ പ്രവൃത്തി കുബേരനെ അപമാനിച്ചതായിട്ട് കലാശിച്ചു. എങ്ങനെയാണ്? ദക്ഷപ്രജാപതി ശിവഭഗവാനുള്ള യജ്ഞാംശം വകവച്ചില്ല. അപ്പോൾ ശിവനെ ആരാധിക്കുന്നവരെയും അപമാനിച്ചു എന്നായി. അതാണ് ഇവിടെ വന്നത്. അപ്പോൾ കുബേരനോ സാമാന്യനല്ല. സാക്ഷാൽ ശ്രീ ശിവൻ ഭ്രാതാവിനെ എന്ന പോലെ കുബേരനെ സ്നേഹിച്ചു വരുന്നുണ്ട്. അപ്പോൾ ശിവൻ്റെ ദേഷ്യം നിനക്ക് താങ്ങാൻ സാധിക്കുമോ? വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശിവൻ്റെ
ദേഷ്യം ദേഷ്യം സഹിക്കാൻ പറ്റുമോ? എന്തിനാണ് ഞാനിതിവിടെ എഴുതി വയ്ക്കണത്? എനിക്ക് ഈശ്വരൻ ഓർമ്മിപ്പിച്ച് തന്ന പോയിൻ്റ് മറ്റുള്ളവർക്കും കിട്ടണം ഈ പുസ്തകം വായിക്കുമ്പോൾ, അത്ര ഉദ്ദേശമുള്ളൂ. അപ്പോൾ 34-ാമത്തെ ശ്ലോകം പറയണു. തം പ്രസാദായ വത്സാസു സനത്യാ പ്രശ്രയോക്തിഭി നയാവൻ മഹതാം തേജാകുലം നോ ഉഭിഭവിഷ്യതി. മഹാന്മാരുടെ തേജസ് നമ്മളുടെ വംശത്തെ നശിപ്പിക്കുന്നതിന് മുമ്പേ, നമ്മുടെ വംശത്തെ നശിപ്പിക്കുന്നതിന് മുമ്പേ ബാലക ശീഘ്രം പെട്ടെന്ന് നമസ്കാരം കൊണ്ടും വിനീത വചനങ്ങൾ കൊണ്ടും അവനെ പ്രസാദിപ്പിച്ചാലും. ഇതാണ് ശാസ്ത്രങ്ങളിലുള്ളത്. ഈശ്വരൻ്റെ കീർത്തി സവിനയം നമ്മൾ പറയാൻ, നമ്മൾ നമസ്കരിക്കുക. നമ്മൾ 1000-10,000 കൊടുക്കുന്നതിനേക്കാൾ നമ്മൾക്ക് ലാഭകരം എന്താ? ഭഗവാന്റെ സ്തുതികൾ ഏറ്റു ചൊല്ലുക, സവിനയം നമസ്കരിക്കുക, ഭാവം വരണം. അപ്പോൾ നോക്കൂ നമ്മുടെ ജീവിതത്തിൽ എത്ര വ്യത്യാസം വരുന്നുള്ളത്. ഞാൻ അങ്ങനെ ജീവിച്ച് വ്യത്യാസം അനുഭവിച്ചു വരുന്ന ആളാണ് ഞാൻ. അതിനാൽ നിൻ്റെ പേരിൽ കുബേരനും തൽപക്ഷപാതിയായ ശ്രീ ശിവനും കോപിക്കും. നീ ക്രോധം അവസാനിപ്പിച്ചിട്ടില്ല, നീ അവരെ സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ച് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ നിൻ്റെ പേരിൽ കുബേരനും തൽപക്ഷപാതിയായ ശ്രീ ശിവനും കോപിക്കും. അവരുടെ കോപാഗ്നി നമ്മളുടെ കുലത്തെ തന്നെ നശിപ്പിക്കും. അതിനു മുമ്പ് തന്നെ നീ കുബേരനെ നമസ്കരിച്ചും വിനയപൂർവം സ്തുതിച്ചും പ്രസാദിപ്പിക്കുക. അതിലവസാനത്തെ ശ്ലോകം 35. ഏവം സ്വയംഭുവ പൗത്രമനുശാസ്യ മനുർധ്രുവം പൗത്രം അനുശാസ്യ. എനിക്ക് ആ വാക്കുണ്ടല്ലോ, ഈ ലോകത്തുള്ള കറൻസി മുഴുവൻ കിട്ടിയാലും ഈ അനുശാസനം എന്നുള്ള എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല. കാരണം എന്താ? മഹാഭാരതത്തിൽ അനുശാസന പർവം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നാഴികക്കല്ലാണ്. ആ ഒരു 1200 പേജ്, അതെ 1200 പേജ് പഠിക്കുക എന്നുള്ളത് അതെനിക്ക് മറക്കാൻ പറ്റില്ല. അതിനൊക്കെ പ്രേരണ എവിടെ നിന്നാണ് കിട്ടിയത്? ഈ കരുണാകരൻ പിള്ള സാറിൻ്റെ ഉദ്ദേശശുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു അനാടീനെ ആചാര്യനാക്കി അദ്ദേഹം. അങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ബ്രഹ്മപുത്രനായ മനു പുത്രൻ്റെ പുത്രനായ ധ്രുവനെ ഇപ്രകാരം ശിക്ഷിച്ചിട്ട് അവനാൽ വന്ദിക്കപ്പെട്ടവനായിട്ട് ഋഷികളോടുകൂടെ സ്വപുരത്തെ യാനം ചെയ്തു. വന്നു, ഉപദേശിച്ചു, പോയി. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഇപ്രകാരം സ്വയംഭു മനു പൗത്രനായ ധ്രുവനോട് ഉപദേശിച്ചപ്പോൾ അവൻ മനുവിനെ നമസ്കരിച്ചു. ഉടനെ ഋഷികളോടുകൂടെ മനു സ്വരാജധാനിയെ പ്രാപിച്ചു. അങ്ങനെയാണ് ഈ അധ്യായം കഴിഞ്ഞത്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ അർത്ഥപ്രകരണേ ധ്രുവചരിതേ ദോഷഹാനിർനാമ ഏകാദശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ ഒരു 33 മിനിറ്റ് കഴിഞ്ഞു, 34 കിടക്കുകയും. ഇങ്ങനെ ഇരിക്കുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നാം ചെയ്യുന്ന ശുദ്ധ മനസ്സോടുകൂടി ചെയ്യുന്ന സേവ, നിഷ്കാമഭാരത്തിൻ്റെ ഫലം മാത്രമേ നമ്മൾക്ക് വാഴൂ. അതുകൊണ്ട് എല്ലാവരും മനസ്സിരുത്തുക, ക്രോധത്തെ ജയിക്കുക. അങ്ങനെയാണെങ്കിൽ ധർമാർത്ഥ കാമ മോക്ഷം ഉള്ളംകൈയിൽ നെല്ലിക്ക പോലെ വരുന്നതാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.